നോക്കിയതാണ് തോന്നുന്നുണ്ട്. 2 വണ്ടി ഇടിച്ചുണ്ട്. ഓൾട്ടോ ഓൾട്ടോ ഇപ്പൊ ഞങ്ങള് ട്രാഫിക്കിൽ സ്റ്റക്കായിട്ട് ഏകദേശം 4 മണിക്കൂറേ 4 hours. BSF ഒക്കെ ഒരുപാട് വരുന്നുണ്ട്. എന്താ സംഭവിക്കാൻ പോണെന്നൊന്നും അറിയില്ല. അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രം പത്താൻകോട്ട്. നമ്മൾ പത്താൻകോട്ടിൽ നിന്ന് ഒരു 5:30 ഇറങ്ങി ചെറുതായിട്ടൊരു ചായ കുടിക്കാൻ നിർത്തിയിരിക്കുകയാണ്. നമ്മൾ വീണ്ടും ബാക്ക് ടു NH44. നമ്മുടെ കാർ കിടക്കുന്നു. ഇന്ന് നമുക്കൊരു 7-8 hours ഡ്രൈവ് ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഒരു കാലി ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. വണ്ടിയുടെ കോല നോക്കിയാൽ ഫുള്ള് മണ്ണായി, ഫുള്ള് പൊടിയാണ്. വാഷ് ചെയ്യണം. ആക്ച്വലി നമ്മൾ ഒരു വട്ടം കോളയാർന്ന് വാഷ് ചെയ്തതാണ്. ഇനി ഒന്നുകൂടി ഒന്ന് വാഷ് ചെയ്യണം. സീംസ് പഞ്ചാബീസ് ലൈവ്. രാവിലെ തന്നെ കോഫി കുടിക്കാനൊക്കെ ആയിട്ട് ആൾക്കാർ ഒരുപാട് വന്നിട്ടുണ്ട്. കുട്ടു കുട്ടു ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പത്താൻകോട്ടിലെ ഒരു അടിപൊളി വണ്ടി. മറ്റേ ഈ കഴുകനൊക്കെ കൊക്കുപോലില്ലേ? എന്തല്ലേ എന്തല്ലേ. സോ നമ്മൾ ഓൺ ദ വേ ടു ശ്രീനഗർ. ഇവിടെയുള്ള ഒരു പാലാണ്. ഇത് ആക്ച്വലി ഒരു റിസർവോയർ കനാൽ സെറ്റുന്നതാണ്. കോടമഞ്ഞും പ്രകൃതിയുടെ രമണീയതയും. രാവിലത്തെ ഡ്രൈവ് അല്ലെങ്കിൽ നല്ല രസമല്ലേ? ചെറിയൊരു മഞ്ഞൊക്കെ ഉണ്ട്. എണ്ണീറ്റ് കിട്ടിയാ പിന്നെ ഫുൾ പവർ. അവിടെ ഒരു ബോർഡുണ്ട്, ജമ്മു ആൻഡ് കാശ്മീർ. സോ വെൽക്കം ടു ജമ്മു ആൻഡ് കാശ്മീർ. സോ ഒഫീഷ്യലി നമ്മൾ കാശ്മീരിലേക്ക് കയറുകയാണ് ഗൈസ്. അതായത് നമ്മുടെ എത്രാമത്തെ സംസ്ഥാനമാണ്? 11ാമത്തെ അല്ലേ? എന്റെ സങ്കല്പത്തിലുള്ള ജമ്മു കാശ്മീരിന്റെ അത്ര തണുപ്പില്ല. അതല്ല, എന്റെ സങ്കല്പത്തിൽ ജമ്മു കാശ്മീർ ഫുള്ള് തണുപ്പായിരുന്നു. ഇവിടെ മറ്റേ ഇവരുടെ ഒരു ഡ്രസ്സില്ലേ, ആ ഒരു കന്തൂറ പോലത്തെ സാധനം ആയിട്ടില്ലേ? ഓർഡർ ചെയ്തിട്ടില്ലേ? ലൈറ്റ് വെയിറ്റ് കാശ്മീരിന്റെ ജമ്മു ആൻഡ് കാശ്മീരിന്റെ പിള്ളേരുടെ കാഴ്ചകൾ അങ്ങനെയല്ലേ ഉണ്ടാവുക? മറ്റേ ചായ കുടിച്ച് ഇറങ്ങിയുള്ളൂ. പക്ഷെ ഇറങ്ങി ജമ്മു ക്രോസ് ചെയ്തതും രാവിലെ 6:45 എല്ലാ കടയിലും പൊക്കവട പോലെ എന്തുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചു എന്താന്ന് നോക്കാന്ന്. इधर का स्पेशल है क्या?
ये सुबह सुबह सब ब्रेकफास्ट में ये खाते हैं। और ये प्याज मसाले वाले, ये मिर्ची पकौड़ा, और वो ब्रेड पकौड़ा, ये ब्रेड पकौड़ा, ये सिंपल वाले। 1 പ്ലേറ്റ് സിമ്പിൾ വല്ല. ഞങ്ങളും പക്കോട നോക്കാൻ വിചാരിച്ച്. എല്ലായിടത്തും പക്കോടയാണ് കേട്ടോ. രാവിലെ തന്നെ പക്കോടയാണ് ഇവിടെ മെയിൻ സ്റ്റേപ്പിൾ ഫുഡ് വന്നത്. ചേട്ടൻ അവിടെ നിന്ന് അരക്കുന്നൊക്കെ ഉണ്ട്. നമ്മളുടെ പൊക്കോട വാങ്ങി. ഇനി എന്താ സെറ്റിങ്സ് എന്താണ്? പക്കോട ഇതെന്താ അറിയോ, ഇത് ഉള്ളിയൊന്നുമല്ല, ഇത് റാഡിഷ് ഗ്രേറ്റ് ചെയ്തിട്ട് പിന്നെ അതിനകത്തൊരു ആദ്യം ഒരു ഉള്ളിച്ചമ്മന്തി, പിന്നെ ഒരു സ്വീറ്റ് ചട്നി, പിന്നെ അതിന്റെ മുകളിലൊരു പുതിന ചട്നി. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും അല്ലേ? ഇവിടെ ഇത് രാവിലെ രാത്രി ഫുള്ള് 24/7 ആണോ? ഓ അടിപൊളി. ടേസ്റ്റ് കറോ കുട്ടാപ്പു. എനിക്കിപ്പോ ലൈറ്റായിട്ട് വിശക്കുണ്ട്. നാട്ടിലെ പക്കോട തന്നെ. അത് അവിടെ അവര് കണ്ടോ, അവര് മാവ് അതില് ഒരു ഒരല് പോലെ സാധനം ഉണ്ട്, അതിൽ അരക്കുന്നുണ്ട്. കടലമാവ് മാത്രമോ? അതായത് ഇത് നമ്മുടെ കടല സാധാ പക്കോട തന്നെയാണ്. പക്ഷെ ഇതിനൊരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇത് ഭയങ്കര തരിയാണ്. അപ്പൊ ഇവര് അപ്പൊ എന്താന്ന് വെച്ചാല് ഇതല്ലേ, ഇത് ഇവര് കത്തിക്ക, ഐ മീൻ ഇത് പൊടിയല്ല, ഇതിങ്ങനെ ഒരല്, ഇവിടെ ഒരലുണ്ട്, ഈ ഒരല് അരച്ചിട്ടാണ് ഇവര് പൊക്കോട ഉണ്ടാക്കുന്നത്. കൊള്ളാല്ലേ? ശ്രീനഗറിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് 380 കിലോമീറ്റേഴ്സ്. സോ നമ്മളങ്ങനെ ജമ്മു കാശ്മീരിൽ നിന്ന് പെട്രോൾ അടിക്കാൻ കയറിയിരിക്കുകയാണ്. സോറി, ഡീസൽ അടിക്കാൻ കയറിയിരിക്കുകയാണ്. ഇവിടുത്തെ ഡീസലിൻ്റെ റേറ്റ് എന്താ? 81 രൂപ 94 പൈസ. നമ്മൾ ട്രിപ്പിൽ അടിക്കുന്നതിൽ ഏറ്റവും കുറവ് റേറ്റ് ആയിരിക്കും കേട്ടത്. 81 രൂപ 94 പൈസ. നമുക്കേ ഇവിടുന്ന് കുറച്ച് ടാങ്കിൽ നിറച്ചാലോ? നമ്മൾ 2863 രൂപയ്ക്ക് 31 ലിറ്റർ 31.25 ലിറ്റർ അടിച്ചു. നമ്മുടെ സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ റിവറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മണലൊന്നും ഇല്ല, ഫുള്ള് കല്ലാണ്. വെള്ളമില്ല. മഴക്കാലത്ത് മാത്രമേ ഉണ്ടാവുന്നത്. ഇപ്പൊ ആക്ച്വലി ഇനി ഇതല്ലേ, മഴക്കാലം കഴിഞ്ഞല്ലേ. പിന്നെ അങ്ങനെ കിട്ടും പുഴകള്. രണ്ട് ഗ്യാങ് ഉണ്ടല്ലോ. പശു ഗ്യാങ്, കുതിര ഗ്യാങ്. കുതിര കൊണ്ടിട്ട് അല്ല കുറവ് തന്നെ. കള്ളാക്ക്, റാംകോട്ട്, വെള്ളാവർ, പത്താൽ. മല വെട്ടിയെടുക്കാണോ?
വേ ടു ശ്രീനഗർ. നല്ല റിസ്കി റോഡുകൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നല്ല വ്യൂകളെല്ലാം അടിപൊളിയാണ്. ഇവിടെയൊക്കെ നല്ല ലാൻഡ് സ്ലൈഡ് നടന്നിട്ട് തോന്നുന്നു അല്ലേ? മഴ കമ്മിയായി. ഓ മലയാളമൊക്കെ ഞങ്ങളുടെ മല തന്നെയാണല്ലേ, കുന്നുകളും മലകളും. കുറച്ച് മഞ്ഞൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായിരുന്നു. ലാൻഡ്സ്കേപ്പ് ഒക്കെ മാറി മാറി തുടങ്ങി. വലിയ കട്ടമല, ചെറിയ ചെറിയ വെള്ളം. ആ റോഡിന്റെ പണി നടക്കാണ് മൊത്തത്തിലല്ലേ, ഒക്കെ വഴങ്ങി നടക്കാണ്. PR ഞങ്ങോട് ഫുള്ള് PR റോഡ്. ഇത് മറ്റേ പൈനല്ലേ നമ്മളവിടെ കണ്ടില്ലേ ഡൽഹിയില്? ഗൂഗിളിൽ നോക്കണമെന്നുണ്ട് സീസൺസ് ഒക്കെ എങ്ങനെയായിരുന്നു. പക്ഷെ അതൊന്നും സീസൺസ് അതായത് ഇവിടുത്തെ സീസൺ മൺസൂൺ കഴിഞ്ഞ മൺസൂൺ വരുന്നുള്ളത് മനസ്സിലാവും. മൺസൂൺ കഴിഞ്ഞല്ലേ, ഇനി അങ്ങോട്ട് സമ്മതല്ലേ, വിന്റർ അല്ലേ? ഇവിടെയൊക്കെ ലാൻഡ് സ്ലൈഡ് ഒക്കെ സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോഴത്തേക്കും. അല്ല അവിടെ ഒക്കെ ലാൻഡ് സ്ലൈഡ് കഴിഞ്ഞതിന്റെ കാണാനുണ്ട്. ഓ മലയാളമൊക്കെ എന്തൊരു. ഇപ്പൊ നമ്മള് പത്താൻകോട്ടിന്ന് ജമ്മു കാശ്മീരൊക്കെ കയറി ശ്രീനഗർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലാൻഡ്സ്കേപ്പ് ഒക്കെ മാറി ചെറിയ ചെറിയ ഹെയർ പിന്നൊക്കെ വരാൻ തുടങ്ങി. ഫുള്ള് പാറകളുടെ നടുവിൽ കൂടെ. ലൈറ്റ് ആയിട്ട് ഞങ്ങൾ ജമ്മു കാശ്മീർ കയറിയതും എല്ലാവരും സിം കട്ടായി. നമ്മുടെ ഗൂഗിൾ മാപ്പൊക്കെ പോയി കിടക്കാണ്. ഒരു 9 മണി 10 മണി ഏതെങ്കിലും ടൗണിലെത്തുമ്പോൾ വേണം ഇനി സെറ്റ് ആക്കാനത്. അപ്പൊ നമ്മളിതാ ശ്രീനഗർ 213 kilometers. വിഷസ് യു എ ഹാപ്പി ജേർണി. ഞങ്ങൾ മാപ്പൊന്നും ഇല്ലാതെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹോപ്പ്ഫുള്ളി വിൽ ഗെറ്റ് ദ മാപ്പ് സൂൺ. നമ്മൾക്ക് ചോദിച്ചു മാപ്പൊക്കെ ഈ അടുത്തൊക്കെയല്ല വന്നത്. അപ്പൊ നമ്മൾ ഓൺ ദ വേ ടു ശ്രീനഗർ. ചായ കുടിക്കാൻ നിർത്തിയിരിക്കുകയാണ്. ചായ അല്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയാണ്. കൂൻ എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ ചൂട് സമോസ പൂരിയൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ്. സമയം 8:45 ഉള്ളൂ. അത് ഇവിടെ ഇവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ശീലമൊന്നും ഇല്ലെന്ന് തോന്നുന്നത്. ഇവിടെ ഒന്നും അങ്ങനെ കാണുന്നില്ല. അങ്ങോട്ട് ഇതുപോലെ തന്നെ ഒക്കെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. അതൊക്കെ കുറെ റൈഡേഴ്സ് വന്നു. വേറെ എന്തൊക്കെയല്ല? ബ്രെഡ് ടോസ്റ്റ് ഉണ്ട്, ലഡ്ഡു ഉണ്ടാക്കി എടുത്ത് ഉരുട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഓ സ്വീറ്റ്സ് ആണ് മെയിനായിട്ട് അല്ലേ? അടിപൊളി ലഡു ഉണ്ടല്ലോ. റെഡ് ലഡു, യെല്ലോ ലഡു. രാവിലെ തന്നെ വെറും വയറ്റില് ലഡു, ജിലേബി. നാട്ടിലെ ലഡു അല്ല, പിന്നെ നമ്മുടെ നാട്ടിലെ ലഡു അല്ല. ചെറിയ മാറ്റമുണ്ട്. ചോയുണ്ട്, നാരിയലിന്റെ ചോയുണ്ട്. നാരിയലല്ല, കോക്കനട്ട്. സാബിക്ക് സിനിമയിലെടുക്കാൻ താല്പര്യമില്ല. വന്നെങ്ങണ്ട് കോക്കനട്ടിന്റെ ടേസ്റ്റ് ഉണ്ട് അല്ലേ? നമ്മുടെ മറ്റേ ലഡു അല്ല. എന്താ കഴിക്കുന്നത്? അല്ല, ഇതും നമ്മുടെ ജീവിതത്തിലും ടേസ്റ്റ്
അല്ല ലഡുവിന്റെ ഇഷ്ടമല്ല. നോട്ടെ ഒരു പേരില്ലല്ലോ, ഒരു മധുരല്ലേ? അതിലെന്തൊന്നുമില്ല. ഗുലാബ് ജാമുൻ ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് ആ ലഡു തന്നെ, ഇത് നാട്ടിലെ ലഡു തന്നെയാണ്. കുറച്ച് ഇതിന് കൂട്ടുന്ന മാറ്റേണ്ടതല്ലോ. വി ആർ അറ്റ് ശ്രീനഗർ 221 കിലോമീറ്റർ. അവിടെ കാണാൻ ഇത് ബത്താൽ എന്നുള്ള സ്ഥലമാണ്. അവിടെ അതിന്റെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ബത്താൽ കാണാം. അപ്പൊ ഇവിടെ എന്തിനാ നമ്മൾ നിർത്തിയത്? നമ്മള് നാട്ടിലെ സിമ്മ് ഇവിടെ വർക്ക് ചെയ്യില്ല. സിമ്മ് വർക്ക് ചെയ്യും, ഒന്നല്ലെങ്കിൽ പോസ്റ്റ് പെയ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ BSNL ആയിരിക്കണം. സോ നമുക്കത് അറിയുണ്ടായിരുന്നു. പക്ഷെ എന്തുണ്ടായെന്ന് വെച്ചാൽ നമ്മൾ ഏർലി മോർണിംഗ് ഡയറക്റ്റ് ജമ്മു കാശ്മീർ ബോർഡർ പാസ് ചെയ്തപ്പോൾ തന്നെ സിമ്മെല്ലാം കട്ടായി. വേറൊരു രക്ഷയില്ല. മാപ്പ് ഓൾറെഡി നമ്മൾ ലോഡ് ചെയ്ത് വെച്ചതുകൊണ്ട് കുറേ ദൂരമൊക്കെ വന്നു. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ ഈ ബത്താലി പറഞ്ഞ സ്ഥലത്ത് ഇവിടെ ഫസ്റ്റ് നമ്മുടെ ഷോപ്പിൽ നമ്മൾ ഇറങ്ങി സിം എടുക്കും. സിം നമുക്ക് ഇവിടെ പ്രീപെയ്ഡ് എടുക്കാം, പോസ്റ്റ് പെയ്ഡ് എടുക്കാം. ജിയോ അവൈലബിൾ ആണ്, എയർടെൽ അവൈലബിൾ ആണ്. ജിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ പ്രീപെയ്ഡിന് 400 രൂപയും പോസ്റ്റ് പെയ്ഡ് ഡിപ്പെൻസ് ഓൺ ദ പ്ലാൻ. വലിയ മാറ്റമൊന്നും വരുന്നില്ല. പക്ഷെ പ്രീപെയ്ഡ് ആണെങ്കിൽ നമുക്ക് ജമ്മുവിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ഔട്ട്സൈഡ് ജമ്മു കാശ്മീർ യൂസ് ചെയ്യാൻ പറ്റില്ല. പോസ്റ്റ് പെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾ ഓവർ ഇന്ത്യ യൂസ് ചെയ്യാം. പോസ്റ്റ് പെയ്ഡ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് വന്നിട്ട് 2 GB പെർ ഡേ, 450 രൂപ. എല്ലാം വലിയ പരിപാടിയൊന്നുമില്ല, പെട്ടെന്ന് കിട്ടും. നമുക്കൊരു 10 മിനിറ്റിനുള്ളിൽ കിട്ടി സംഭവം. അപ്പോൾ സിമ്മില്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ പരിപാടികളൊന്നും വേറെ ഒന്നും നടക്കില്ല. പുറത്ത് സിമ്മ് ഒന്നല്ലെങ്കിൽ BSNL സിമ്മ് വേണം, അല്ലെങ്കിൽ പോസ്റ്റ് പെയ്ഡ് സിമ്മ് അയക്കണം. തൽക്കാലം നമ്മുടെ രണ്ടും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമ്മൾ പുതിയൊരു സിമ്മ് വാങ്ങി. സോ ലെറ്റ്സ് ഗോ. നല്ലൊരു അടിപൊളി ബ്രിഡ്ജ്. നമ്മള് റീലിലും മൂവീസിലൊക്കെ കാണുപോലെ കല്ലിൽ കൂടെ പോകുന്ന വെള്ളം. ഇതൊക്കെ റിവർ തന്നെ ആയിരിക്കില്ലേ? ഫുള്ള് മഴയാണെങ്കിൽ അടിപൊളി ആയിരിക്കില്ലേ? ഫുള്ള് വെള്ളമാണെങ്കിൽ അതിൽ നല്ലൊരു ബ്രിഡ്ജ്. കശ്മീർ വന്നിട്ട് എന്ത് തോന്നുന്നു? എന്റെ സങ്കല്പത്തിലുള്ള കാശ്മീർ കുറച്ചുകൂടി തണുപ്പായിരുന്നു. തണുപ്പിലേക്ക് നമ്മൾ ഇനി കയറാൻ പോകുന്നുള്ളൂ. ഇപ്പൊ ഇവര് പറഞ്ഞെന്ന് വെച്ചാല് ഇപ്പൊ ചോളം വിളവെടുപ്പെടുന്ന സീസണാണ്. അതുകൊണ്ട് ചൂട് കാരണം ചൂടാണ് ഇപ്പൊ ഉള്ളത്. കുറച്ച് കഴിഞ്ഞാൽ തണുപ്പാവുന്നാണ് പറഞ്ഞത്. ആപ്പിളിന്റെ മരല്ലേ ഇത്? അല്ലേ? അറിയില്ല, ഞാൻ ആപ്പിളിന്റെ മരം കണ്ടിട്ടില്ല. ഒരു വലിയ മല. ഇനി അങ്ങോട്ട് ടെറൈൻ ഇങ്ങനെ തന്നെ ആയിരിക്കോ? അല്ലല്ല, ലേക്ക് ഫുള്ള് പരന്ന് പരതാനി പോലെ കിടക്കുന്നത്. നല്ല രസമില്ല അവിടേക്ക്. ഒരു പാറ നടക്കുന്നത് റോഡില്. അവിടെ ഒരു പാറ. മലയൊക്കെ കേറും. കുറച്ച് ഡേഞ്ചറസ് ഒക്കെയാണ് റോഡ്. എല്ലാവിടെയും കല്ലൊക്കെ വീണ് കിടക്കുന്നുണ്ട്. നമ്മളെ ഫസ്റ്റ് ടണൽ. ഇനി ഒരുപാട് ടണലുണ്ടാവോ? മറ്റേ ലോങ്ഗസ്റ്റോ ബിഗ്ഗസ്റ്റ് അത് എവിടെയാ? രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടണലാണ്. ചെറിയൊരു നല്ലതാണല്ലോ. ആക്ച്വലി ഇപ്പൊ നല്ല ചൂടാണ് ജമ്മു കാശ്മീര്. ഞങ്ങളിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത് പുറത്ത് അടിപൊളി വ്യൂ. നമ്മളിവിടെ AC 20-ൽ 21-ൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ നല്ല വ്യൂവും ഇവിടെ തണുപ്പും കിട്ടുന്നുണ്ട്. ഫീൽ വരുന്നുണ്ട്. ഓക്കെ, നല്ല ലോറിയുടെ ലുക്കൊക്കെ നല്ല. ഈ ബ്രിഡ്ജ് വ്യൂ എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്തതായിരുന്നു. നല്ല അടിപൊളി സ്ഥലമാണ്. മുകളിൽ കാണുന്നത് ശ്രീനഗർ റെയിൽവേസ് ആണ്. നമ്മളായി കാണുന്ന വണ്ടികളൊക്കെ പോകുന്നുണ്ട്. നമ്മളിനി അതിൽ കൂടെ ആയിരിക്കും കയറി പോകുന്നുണ്ടാവുക. പക്ഷേ ജമ്മു കാശ്മീർ പോലെ തണുപ്പൊന്നും ഇപ്പോൾ തോന്നുന്നില്ല. കറന്റ് 32 degrees. പക്ഷേ വ്യൂ ഒക്കെ അടിപൊളിയായിട്ടുണ്ട്, ഡ്രൈവ് അടിപൊളിയായിട്ടുണ്ട്. ഇതുപോലെ ലോറികൾ ഇറങ്ങി വരുന്നുണ്ട്.
പ്ലേറ്റാ? ഗ്രീൻ ക്ലബ് എയർപ്ലെയിൻ റെസ്റ്റോറന്റ് ആണ്. എവിടെ എത്തിയ? ഞാൻ നിങ്ങളെ ഫുഡ് എന്ന് പറയുന്നത് വിചാരിച്ചു. സ്ഥലത്തിന്റെ പേരാണ്. ഈ സ്ഥലത്തിന്റെ പേര് ഫുഡ്. നിറയെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ അപ്പോഴേനെ കാണിച്ചു തന്ന മലയുടെ താഴ്ന്ന് കാണിച്ചു തന്നു. നമ്മൾ ആ മലയുടെ മുകളിലെത്തി. ചുരം കയറി മലയുടെ മുകളിലെത്തി. മാപ്പൊക്കെ കാണാൻ നല്ല രസമാണ്. മറ്റേ പാമ്പും കോണിയും കളിക്കുന്ന പോലെ ഉണ്ടാവും. ഇവിടെ ചൂടന്നെയാണ്, തണുത്തിങ്ങനെ വരുന്നേ ഉള്ളൂ. പുറത്തത്തെ ടെമ്പറേച്ചർ കാണിക്കുന്നപ്പോ ഫുള്ള് മല ആടുകളൊക്കെ ഇറങ്ങി വരുന്നത്. ഇതെന്താടാ? നോർമലാടാ ചെമ്മരിയാടാ? നോർമലാടല്ലേ? ആ, അതൊക്കെ ചെമ്മരിയാടാ. അതേ സാധനം ലെഫ്റ്റ് സൈഡ് ഇതാ ഫുൾ ഹിൽ സ്റ്റേഷൻ. ഇതിലൊക്കെ മറ്റേ ലേക്കിന്റെ അടുത്ത് കിട്ടും. ഞങ്ങൾ കുറെ നേരം ഫുഡ് കഴിക്കാൻ നോക്കി വന്നിട്ട് ഷാജഹാൻ റെസ്റ്റോറന്റ് സിനാൻ കണ്ടെത്തി. ഇവിടുത്തെ മെനു ചിക്കൻ റൈസ്, മട്ടൻ റൈസ്, രാജ്മ റൈസ്. കുട്ടു നമ്മള് കുറെ നേരം റെസ്റ്റോറൻറ്റ് നോക്കുന്നത്. പെരുന്നാൾക്കുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളപ്പോൾ വിശക്കുണ്ടായിരുന്നില്ല. പിന്നെ വന്നപ്പോൾ റെസ്റ്റോറൻ്റ് ഒന്നും കാണുന്നില്ല. പിന്നെ നമ്മൾ കാണുന്ന ധാബയിൽ കയറി റോട്ടി ആൻഡ് വെജിറ്റബിൾ സബ്ജി. കുഴപ്പമില്ലല്ലോ. നല്ല കിടിലൻ വ്യൂ ആണ് ഈ റെസ്റ്റോറൻറ്റിന്റെ മുന്നിൽ. പക്ഷെ ഫുഡ് അത്ര വലിയ ടേസ്റ്റ് ഒന്നുമില്ല. ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ ഓപ്ഷൻസ് ഒക്കെ വളരെ കുറവാണ്. പിന്നെ ഇവിടെ ടേസ്റ്റ് നമുക്ക് അത്ര അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്ന നമ്മൾ കഴിച്ചത് വെജിറ്റബിൾ സബ്ജി. ഇവിടെ ഉള്ള പിന്നെ മെയിൻ സാധനം രാജ്മ ചാവൽ. അതുപോലെ തന്നെ രാജ്മ എന്ന് വെച്ചാൽ നമ്മുടെ പരിപ്പിൻ്റെ ഒരു വലിയ സാധനം, അതാണ് രാജ്മ. പിന്നെ മട്ടൻ കറി, റൈസ്, പ്ലെയിൻ ചോറും മട്ടൻ കറി. അത് നമുക്ക് അങ്ങനെ സെറ്റ് ആവുന്നില്ല. സോ എന്തായാലും നമ്മൾ ഫുഡ് കിട്ടിയ റൊട്ടിയും കുറച്ച് സബ്ജിയും കഴിച്ചിറങ്ങി. ഇനി നമുക്ക് ശ്രീനഗറോട്ട് പോകാം. ഇവിടെ നമ്മൾ ആക്ച്വലി പോകുന്ന വഴിക്ക് ഇവിടെ ടണലിൻ്റെ വർക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്. പണ്ടുമല്ലേ കല്ലൊക്കെ വന്ന് വീഴുന്ന വീഴാണല്ലേ. വീണ്ടും ഒരു ടണലിലേക്ക് കയറുന്നൊക്കെയാണ്. ഇവിടെ ടണലിലും ബ്ലോക്ക് ആണല്ലോ അല്ലേ. അതെനിക്ക് തോന്നുന്നു ഇതില് മറ്റേ സാധനം വെച്ചിട്ടുണ്ടാവും, ഫാന് എയർ ഇതാവാനേ ആയിരിക്കും ആ സൗണ്ട്. ഒരു മുഴക്കം സൗണ്ട് ഉണ്ടല്ലേ. എന്താ നമ്മൾ എഴുതിയിട്ടേക്കുന്നത്? എന്ത് തട്ടിയതാ? സ്ക്രീനിൽ പോലെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ടല്ലേ, മിലിറ്ററിക്കാരൊക്കെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് ടണൽ നമ്പർ 2. അതാ
ഒരു രക്ഷയില്ല. ഇവര് കാലി ലോറികളൊക്കെ കുത്തിക്കയറ്റി പോകുന്നുണ്ട്, കാറ് പോകുന്ന പോലെ. അല്ലാത്തവരിങ്ങനെ സ്ലോ ആയിട്ട് ഇഴഞ്ഞു പോകുന്നുണ്ട്. ടണലിലൊക്കെ ഫുള്ള് ഹോൺ അടിച്ച് നല്ല ഉറപ്പിക്കലാണ്. നമ്മള് ചെറുതായിട്ട് ടണലിൽ പെട്ടിരിക്കുകയാണ്. ഫുള്ള് ബ്ലോക്ക്, ലോറി ഫുള്ള് ബ്ലോക്ക്, ഫുള്ള് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുവരെയും ബ്ലോക്ക്. എല്ലാ വണ്ടികളും ബ്ലോക്ക് ആയിരിക്കുകയാണ്. ടണലിൻ്റെ ഉള്ളിൽ എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. ഫുൾ ബഹളവും ചൂടും, നല്ല ഹെവി ചൂടാണ്. നമ്മള് ഫുൾ ഫാനൊക്കെ അടിച്ചു മറ്റേ എല്ലാരും ഇവിടെ കുറെ നേരമായി, വണ്ടിയൊന്നും അനങ്ങുന്ന പോലും ഇല്ല. ചിലപ്പോ എന്തെങ്കിലും വർക്ക് കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും വർക്ക് കിടക്കുന്നുണ്ടാവും. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല, നോക്കാം. ഹായ് കുട്ടാപ്പോ, വാട്ട് ആർ യു ഡൂയിങ്? നമ്മൾ നൈസായിട്ട് പെട്ടു. ഇവിടെ ഒരു 10-13 കിലോമീറ്റർ ബ്ലോക്കാണ്. അതായത് പത്താൻകോട്ട് ശ്രീനഗർ ഹൈവേയിൽ ഇവിടെ ടണലിൻ്റെ വർക്ക്, പുതിയ റോഡിൻ്റെ വർക്കൊക്കെ നടക്കുന്നതുകൊണ്ട് ഇവിടെ ഫുള്ള് ബ്ലോക്കാണ്. നമ്മളിപ്പോൾ ഓൾറെഡി വന്നിട്ട് ഓൾമോസ്റ്റ് 1 മണിക്കൂറോളമായി. പക്ഷേ ഒരു രക്ഷയില്ല, വണ്ടികൾ ഫുള്ള് ബ്ലോക്കാണ്. ഒന്നാമത് പുതിയ റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ലോറിക്കാരെല്ലാവരും കുത്തിക്കയറ്റുന്നുണ്ട്. ലോറിക്കാർ മാത്രമല്ല, കാറുകാരെല്ലാവരും കുത്തിക്കയറ്റുന്നുണ്ട്. അതുകൊണ്ട് ഫുൾ എല്ലാവരും ഇവിടെ പെട്ട് കിടക്കുകയാണ്. ഇതിവിടെ സ്ഥിരമുള്ള കാഴ്ചയാണോ? നമ്മളൊക്കെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ഒരു ബുദ്ധിമുട്ട്. നല്ല പെടലാണ് കൈസ് പെട്ടിരിക്കുന്നത്. അങ്ങനെ ഇങ്ങതേ സംഗതി ഇവിടെ കാണാല്. ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ ഫുള്ളാക്കണ്. എന്താ പെട്ടു. ഇവിടെ എങ്ങനെ ബ്ലോക്കിൽ കയറിപ്പോവാൻ നോക്കിയതാണ് തോന്നുന്നുണ്ട്. 2 വണ്ടി ഇടിച്ചുണ്ട്. ഓൾട്ടോ, ഓൾട്ടോൻ്റെ കോലം നോക്കി ഇടിച്ചിട്ടോട്ടുകൂട്ടി എയർ ബാഗൊക്കെ പോപ്പായി. ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ എയർ ബാഗ് പോപ്പായിട്ടുണ്ട്. ഓൾട്ടോസ് അങ്ങനെ ഓൾട്ടോസ് മൊത്തം ഇടിച്ച് തവിട്ടുകൂട്ടിയായി, ഒന്നും പറ്റില്ല. ആർമി അങ്ങനെ 2 മണിക്കൂറത്തെ ബ്ലോക്കിന് ശേഷം ഞങ്ങൾ കുറച്ച് നീങ്ങിയിരിക്കുകയാണ്. അവിടെ നല്ല സൺറൈസ് സൺസെറ്റ്. എന്താ വ്യൂ നോക്കി. അവിടെ നിങ്ങൾ താഴോട്ടുള്ള വ്യൂ ഭയങ്കര ഭീകരതയാണ് കേട്ടോ. അടിയിലൊരു പുഴ പോകുന്നൊക്കെ നല്ല അവിടെ നിന്ന് ഇങ്ങനെ കയറി വന്ന് എന്താ രസല്ലേ. അതേ പോകുന്ന ആടിന്റെ കൂട്ടത്തിൽ ചേർന്ന് ടീക്കയും. ഇതിന്റെ നെറ്റിലെന്താ റെഡ് കളറ്? അമ്പലത്തിൽ പോയതായിരുന്നു. ഇപ്പൊ ഞങ്ങള് ട്രാഫിക്കിൽ സ്റ്റക്കായിട്ട് ഏകദേശം 4 മണിക്കൂറേ 4 hours. ഇപ്പൊ സമയം 6:30 കഴിഞ്ഞു. നമ്മൾ 1 കിലോമീറ്റർ പോലും മൂവ് ചെയ്തിട്ടില്ല.
മിലിറ്ററി എന്നൊക്കെ ആൾക്കാരായിരുന്നു. BISF അല്ലേ, BSF ഒക്കെ ഒരുപാട് വരുന്നുണ്ട്. എന്താ സംഭവിക്കാൻ പോണെന്നൊന്നും അറിയില്ല. അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനിന്റെ ആൾക്കാർ ഞങ്ങളിവിടെ വ്യൂവിലൊക്കെ കാറ്റൊക്കെ കൊണ്ട് ചില്ല് ചെയ്യണം. പക്ഷെ ഡാർക്ക് അയച്ച് എന്താന്ന് നമുക്കറിയില്ല. How do you feel stuck in traffic for 4 hours? This is a first lifetime experience. First lifetime experience. സിനാനോട് ചോദിക്കട്ടെ. സിനാൻ ബ്രോ പറയൂ. എന്ത് പറയാ, അതെന്താണെന്നറിയോ, ആദ്യം ഞങ്ങൾ വരുന്ന സമയത്ത് നല്ല വ്യൂ ഒക്കെ ആയിരുന്നു. ആ വ്യൂ കണ്ടപ്പോ നല്ല ആസ്വദിച്ചിങ്ങനെ വരികയായിരുന്നു. പിന്നെയാണ് ഇവിടെ റോഡിന്റെ പണിയിൽ ബ്ലോക്ക് ആയത്. പക്ഷെ ആദ്യമൊക്കെ ബ്ലോക്ക് ആയപ്പോ ഞങ്ങൾ കുറച്ച് എൻജോയ് ചെയ്തു. 1 മണിക്കൂർ അങ്ങനെ പോയി, 2 മണിക്കൂർ പോയി, ഇപ്പൊ 4 മണിക്കൂറായി. ചടപ്പ് തുടങ്ങി. കുട്ടാപ്പൂ ഉറക്കാൻ വേണ്ടിക്കുന്നത്. കിച്ചൺ സെറ്റ് എടുത്തിട്ട് നമ്മുടെ ചെറിയ കിച്ചൺ സെറ്റ് ഉണ്ട്, ബെഡ് സെറ്റ് ഒക്കെ ഉണ്ട്. മിക്കവാറും ഇവിടെ തന്നെ കടന്നുറക്കേണ്ടി വരുന്നു. കാരണം ഇന്ന് രാത്രി ശ്രീനഗർ എത്തും എന്നുള്ളതിൽ സംശയം. നമുക്ക് ഇനിയും ഏകദേശം ഒരു 130 ബാക്ക്ഗ്രൗണ്ട് കണ്ടാ തോന്നും നല്ല തണുപ്പാണ്, നല്ല ചൂടാണ്. കോടമഞ്ഞൊക്കെ ഉണ്ട്, കണ്ട തോന്നുന്നല്ല, നല്ല തണുപ്പാണ്, നല്ല പക്ഷെ നല്ല ചൂട്, ഒരു രക്ഷയില്ല. നമുക്ക് ഇനി ഏകദേശം ഒരു 130 കിലോമീറ്റേഴ്സ് ഉണ്ട്. അതെ, ഞാനിവിടെ ഒരാളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞത് ഇവിടെ ബക്കാലി അങ്ങനത്തെ പറഞ്ഞൊരു സ്ഥലമുണ്ട്, അത് ഇവിടെ 25 കിലോമീറ്റേഴ്സ് അപ്പുറത്താണ്. അവിടെ നിന്ന് അങ്ങോട്ട് ശ്രീനഗർ ഒറ്റ 2 hours ഡ്രൈവ് ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മള് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങി കിട്ടുവാണെങ്കിൽ ഒരു 8 മണി 9 മണിക്കൊക്കെ നമ്മള് ആ ബക്കാലി ടൗണിൽ എത്തുവാണെങ്കിൽ അവിടെ സ്റ്റേ എടുക്കും. അല്ല, അവിടുന്ന് ശ്രീനഗർ പിടിക്കാം. അല്ലെങ്കിൽ നമ്മൾ അവിടെ എത്തിയിട്ട് നമ്മള് അതിൽ ലേറ്റ് ആവുകയാണെങ്കിൽ വിൽ ഡിസൈഡ്. അതാണ് പുതിയ. അങ്ങനെ നീണ്ടൊരു 8 മണിക്കൂർ ട്രാഫിക് ബ്ലോക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അതിനുശേഷം നമ്മൾ മെല്ലെ മൂവായി തുടങ്ങി. ഇപ്പോഴും ട്രാഫിക് ഫുള്ളായിട്ട് ക്ലിയർ ആയിട്ടൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഇന്നത്തെ പ്ലാനുകളെല്ലാം ഈ ട്രാഫിക് ബ്ലോക്ക് കാരണം പാളി. സാധാരണ ടണലിലൊക്കെ പോയിട്ടുണ്ട്, ടണൽ ഇത് ആദ്യമായിട്ടാണ്. മിനിമം ഒരു 5 കിലോമീറ്റർ എങ്കിലും ആയിട്ടുണ്ടാവും ഇതുപോലെ. ഏത് ടണലാണെന്ന് നോക്കാൻ ഇപ്പം തൽക്കാലം ഡാറ്റ ഇല്ല. കുറേ നേരമായി ലൈറ്റ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മല ഫുള്ള് പറഞ്ഞായിരിക്കില്ലേ. മഞ്ഞന്നെ അങ്ങനെ നമ്മൾ ശ്രീനഗറിന്റെ ലാസ്റ്റ് 50 കിലോമീറ്റർ പോയി കിട്ടിയിരിക്കുകയാണ്. 50 കിലോമീറ്റർ 45 കിലോമീറ്റർ വെച്ച് ഒരു 40 കിട്ടും. ലാസ്റ്റ് 40 കിലോമീറ്റർ. നമ്മള് ഇന്നലെ രാത്രി ഒരു 12 മണി ഒരു 12 മണി 12:30 ആകുമ്പോ നമ്മള് ശ്രീനഗർ എത്തിയിട്ടില്ല. ഇപ്പോഴും ശ്രീനഗറിന്റെ ഒരു 30 കിലോമീറ്റർ മുന്നേ ഒരു സ്റ്റേ എടുത്തു. നമ്മൾ ഇന്നലെ ചായ കുടിക്കാൻ വേണ്ടി നിർത്തി. അപ്പൊ അവിടുത്തെ റെസ്റ്റോറൻറ്റിലെ ഒരു ചേട്ടൻ, പുള്ളി ബാംഗ്ലൂരാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ പുള്ളിയുടെ നമ്മൾ ചോദിച്ചു ഏതെങ്കിലും സ്റ്റേ ഓപ്ഷൻസ് ഉണ്ടോ അറിയുന്നത്. അപ്പൊ പുള്ളി സജസ്റ്റ് ചെയ്തൊരു സ്റ്റേ ആണിത്. ഇത് ആക്ച്വലി നമ്മള് തനിച്ച് വരികയാണെങ്കിൽ ഒരിക്കലും സ്റ്റേ എടുക്കില്ല, കാരണം ഇത് കുറച്ച് ഉള്ളിലാണ്. അതുകൊണ്ട് അതെന്തായാലും നല്ല അടിപൊളി ഓപ്ഷൻ ആയിരുന്നു, നല്ലൊരു ഇതായിരുന്നു. ഒരു ടിപ്പിക്കൽ കാശ്മീരി വീട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇതൊരു ഹോം സ്റ്റേ ആണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ശ്രീനഗറിൻ്റെ ബാക്കി വിശേഷങ്ങളും നാളത്തെ വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ. ഇതാണ് നമ്മൾ ഇന്നലെ ചെയ്ത ഹോം സ്റ്റേ. അതിൻ്റെ മുന്നിലുള്ള കാഴ്ച നോക്കി. ഹൈറ്റിൽ പോകുമ്പോൾ എങ്ങനെ കൂട്ടാപ്പോൾ ഹൈറ്റിൽ നിന്നുള്ള വ്യൂ. ഒരു സാധനം വെള്ളത്തിൽ പോയിട്ടുണ്ട്.